ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കൃഷിയുടെയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ദേ നമ്മൾ അന്ന് നട്ടിട്ടുള്ള നമ്മുടെ വയലറ്റ് പയർ ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല നീളമുള്ള സൈസ് പയറാണ് കേട്ടോ. ഇത് ഹൈബ്രിഡ് പയറാണ്. അപ്പോൾ ഇത് ദേ അത്യാവശ്യം നല്ല നീളത്തിലുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നട്ടിട്ടുണ്ട്, അതാണ് പ്രത്യേകത. അപ്പോൾ ദേ അതിനകത്ത് എല്ലാം ദേ കുഞ്ഞു കുഞ്ഞു പൂവും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പയറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതേ കണ്ടോ സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഉറുമ്പിൻ്റെയൊക്കെ ശല്യമുണ്ട് കേട്ടോ, അതാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. വേറെ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. ഇപ്പോൾ കണ്ടോ കുഞ്ഞു പയറുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുമ്പളം അതിനകത്തോട്ട് പടത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊരു താങ്ങായിട്ട് നമ്മൾ കുറച്ച് നല്ല വലിപ്പമുള്ള കമ്പുകളും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടവലം ഇതേ കണ്ടോ കുഞ്ഞു കുഞ്ഞു പടവലങ്ങയായി വരുന്നുണ്ട്. അപ്പോൾ പടവലവും ഇവരെല്ലാവരും കൂടി ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പടവലം ദേ മുകളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വെണ്ട മാത്രം ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയേക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഇതൊരു ഹൈബ്രിഡ് വെണ്ടയാണ്. പിന്നെ അന്ന് നട്ടിട്ടുള്ള ചീരയെല്ലാം എന്തേ കണ്ടോ, അപ്പോൾ ഇത്ര പൊക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു താമസിച്ചിട്ട് വന്നിട്ടുള്ള ചീരയാണ് നമ്മൾ നട്ടത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ദേ സൈഡിലൊക്കെ നട്ടിട്ടുള്ള കണ്ടില്ലേ, ബാക്കി ചീരയെല്ലാം നമ്മൾ പറിച്ച് തോരൻ വയ്ക്കാനും കറി വയ്ക്കാനുമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വഴുതന ഉണ്ടോ, ഇത് ഫുള്ള് പോയതാണ് കേട്ടോ ഈ വേനലൊക്കെ സമയത്ത്. പിന്നെ ഇതിനകത്ത് മുഞ്ഞയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ തന്നെ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുത്തിട്ടാണ് ഇതെല്ലാം മാറ്റം വന്നത്. പിന്നെ നമ്മുടെ കുമ്പത്തി നട്ടിട്ടുള്ള ചേന ദേ ചാക്കിലായി വന്നിട്ടുണ്ട്. പിന്നെ സമയം കിട്ടിയ സമയത്ത് ഇതേണ്ടോ നമ്മുടെ കുറച്ച് ഇഞ്ചിയും മഞ്ഞളും എല്ലാം കൂടി ഈ ഒരു ഓടിൻ്റെ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുമേ. ഈ വെയിൽ അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നിടത്താണ് ഇഞ്ചിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ ചുവട്ടിലോട്ട് ഇതേ കുറച്ച് പച്ചിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചിലയാണ് ഇഞ്ചിയുടെ ഏറ്റവും അടിപൊളി വളമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മഴ സമയത്താവുമ്പോൾ ഈ മഴവെള്ളം എല്ലാം വീണിട്ട് ഇതെല്ലാം അളിഞ്ഞ് അത്യാവശ്യം നല്ലൊരു വളമായിട്ട് കിട്ടും. പിന്നെ ഇത് മഞ്ഞളാണ്. ഈ ഒരു മഞ്ഞൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അത്യാവശ്യം നിലയൊക്കെ ആയി വന്നിട്ടുള്ളത്, ബാക്കിയെല്ലാം മുളച്ചു വരുന്നതേ ഉള്ളൂ. മാങ്ങയെല്ലാം എന്തേ കണ്ടോ അത്യാവശ്യം കുറേ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളൂ, സോറി പഴുത്തല്ല വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കോവലുണ്ടല്ലോ, ഇതിങ്ങനെ വെറുതെ തനിയെ കളിച്ച് വരുന്നൊരു കോവലാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം എന്തേ കോവലും ആയിട്ടുണ്ട്, കുറേ കോവയ്ക്കുണ്ട്. പിന്നെ ഈ ഒരു വെണ്ടതിൻ്റെ സൈഡിലുള്ളതാണ്. ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ദേ കണ്ടോ മുല്ലയുടെ സമയമാണ്. മുല്ല എന്ന് വെച്ചാൽ സാധാ നോർമൽ മുല്ല ഉണ്ടല്ലോ, ആ മുല്ലയാണ്. ഇതിവിടെ എല്ലാ പ്രാവശ്യവും പൂക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പം കുറേ മുട്ടൊക്കെ ആയിട്ടുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം പറിച്ച് തലയിലൊക്കെ വെക്കുമായിരുന്നേ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ രാവിലെ എണീറ്റതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ റംബൂട്ടാനൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ